എന്തൊരു കഷ്ടം എന്നറിയോ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് നോക്കി, ഒരു കിലോ പോലും വെയിറ്റ് കുറയുന്നില്ല. ചിയാസിഡ് കഴിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, കാർഡിയോ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഭയങ്കരമായിട്ട് കുറച്ചാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ 60 കിലോന്ന് 1 കിലോ പോലും കുറയുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല. വെയിറ്റ് ലോസ് വരാത്ത നല്ലൊരു കാര്യമല്ലേ അത്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ വെയിറ്റ് ലോസ് വരുന്നത് നല്ല കാര്യമില്ലാന്നോ? അതെന്തറിയോ, നമ്മൾ വെയിറ്റ് ലോസിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഫാറ്റ് ആണ് നമ്മുടെ ബോഡിയിൽ കുറയേണ്ടത്. നീ ഇതേപോലെ കഷ്ടപ്പെട്ട് ഒത്തിരി ഫുഡ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓടിച്ചാടി കുറെ എക്സസൈസ് ചെയ്ത് കുറെ ചിയാസീഡ് കുറിച്ച് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു പോയാലും മുടി കൊഴിയാനായിട്ട് തുടങ്ങും, ക്ഷീണം തളർച്ച വരാനായിട്ട് തുടങ്ങും, സ്കിന്ന് ഭയങ്കരമായിട്ട് ലൂസ് ആവാൻ തുടങ്ങും. അങ്ങനെയുള്ള പല സൈഡ് എഫക്ട്സും ബോഡിയിൽ വരും. അപ്പൊ ഈ വെയിറ്റ് ലോസും ഈ ഫാറ്റ് ലോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഭക്ഷണം ഒഴിവാക്കലല്ല, ഭക്ഷണം ഈ അരിഭക്ഷണം കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അതിന് പകരം ഫാറ്റ് അടങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ഫാറ്റുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ നല്ലൊരു പ്രോപ്പർ ഡയറ്റ് ചെയ്യണം. അതിൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം, സ്ലീപ്പ് നല്ല രീതിയിലായിരിക്കണം, റെസ്റ്റ് നല്ല രീതിയിലായിരിക്കണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ആ രീതിയിൽ നമ്മൾ വെയിറ്റ് ലോസിന് വേണമെങ്കിൽ ഫാറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ നമുക്ക് ബോഡിയിലെ ചേഞ്ചസ് അറിയാൻ പറ്റും. ബോഡി നല്ല ഇഞ്ചസ് കുറയാൻ തുടങ്ങും, നമ്മുടെ ശരീരത്തിന്റെ ഇഞ്ചസ് കുറയുന്നതായിട്ട് അറിയാൻ പറ്റും. വെയിറ്റ് ഒറ്റയടിക്ക് 1 കിലോ 2 കിലോ അങ്ങനെയല്ല പറയുന്നത്. വെയിറ്റ് മെഷീനിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ബോഡിയിൽ ആ ചേഞ്ചസ് അറിയാൻ പറ്റും. ഡ്രസ്സ് പതിയെ ലൂസ് ആവാൻ തുടങ്ങും, സ്കിന്ന് നല്ല ഹെൽത്തി ആവും, ക്ഷീണം തളർച്ച മാറും, ഹെയർ ലോസ് അങ്ങനെയുള്ള ഒരു അപകടവും വരില്ല. അപ്പൊ നമ്മൾ വെയിറ്റിനെ അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഫാറ്റ് ലോസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.